എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. തുടങ്ങാം. ഓക്കെ, എല്ലാ ദിവസത്തെയും പോലെ തന്നെ രേണുവിലാണ് ഈ ഒരു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഞ്ചാമത്തെ ദിവസത്തിന്റെ ഡേയും സ്റ്റാർട്ട് ചെയ്യുന്നത് രേണുവും അനീഷും തമ്മിലുള്ള കുറച്ച് വാക്ക് തർക്കങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വിധവാ കാർഡാണ് എടുത്തിട്ടതെങ്കിൽ അത് ഈ പറയുന്ന അക്ബറാണ് ഒരു അവസരം കൊടുത്തത്. ഇന്ന് അനീഷ് മറ്റൊരു അവസരം ഇട്ട് കൊടുത്തേക്കാണ്. സുധിച്ചേട്ടന്റെ സുധീനെ പറ്റി പറഞ്ഞത് ആ ഒരു രീതിക്കുള്ള ഒരു കാർഡ് എടുക്കാനാണ് ഈ പറയുന്ന രേണു ശ്രമിക്കുന്നത്. എന്ത് തോന്നിയടാ? അതായത് എന്താണ് നമ്മുടെ രേണു മോളെ എന്ന് വിളിച്ചു അനീസ് ഒരു ഘട്ടത്തിൽ. അതിലേക്ക് വന്ന സംഭവങ്ങൾ നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് റേണു മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം എന്നെ മോളെ നിന്ന് വിളിക്കണ്ട, എന്റെ പേര് രേണു സുധി എന്ന് പറയുമ്പോ അനീഷ് തിരിച്ചു ആരാണ് ഈ സുധി എന്ന് ചോദിച്ചതും അവിടെ ആത്മരോഷം ചാടി എണീച്ച് രേണുവിന്റെ. എന്റെ മരിച്ച ആളിനെ പറഞ്ഞാലല്ലോ, എന്റെ സുധിച്ചേട്ടനെ പറഞ്ഞ സംഭവം. പുള്ളി സുധിച്ചേട്ടനൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി പേരിനെ പറ്റി പറയുമ്പോ രേണു സുധി എന്ന് പറഞ്ഞപ്പോ ചോദിക്കണം ആരാണ് ഈ സുധി, എനിക്കറിയില്ല ഇത് ആരാന്നറിയില്ല. പിന്നെ അനീഷ് ഞാനൊരു കാര്യം അത് തന്നെയാണ് നീ ഇപ്പൊ പറയാൻ വന്ന അതേ കാര്യം തന്നെയാണ്. പുള്ളിക്കാരന് ആരെ അറിയത്തില്ല. ഈ ഷാനവാസിനെ അറിഞ്ഞുകൂടാ ആക്ടറാണെന്ന്, അപ്പാനി ശരത്തിന് ആരാണെന്ന് ആക്ടറാണെന്ന് അറിയത്തില്ല, അനുമോള ആരാണെന്ന് അറിയത്തില്ല, ആരെ അറിയത്തില്ല പുള്ളിക്കാരന്. ആരെന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യരെ പോലും അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നാ ഈ സുധീനെ അറിയാമോന്ന് അറിയത്തില്ല, ഈ രേണുവിനെയും. ഇതൊരു സ്ട്രാറ്റജി ആണോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും സ്ട്രാറ്റജി ആണല്ലോ. അതായത് ഈ പറഞ്ഞ ഒരാളെ അറിയത്തില്ലെന്ന് പറയുമ്പോ അതൊരു സ്ട്രാറ്റജി തന്നെയാണ്. പുള്ളി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവരൊക്കെ സെലിബ്രിറ്റികളായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവരാരെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോ ആരാണെന്ന് പറയുന്നു, അവരാണ് അവരിപ്പം. മറ്റേ ആര്യൻ വന്നപ്പോ ആക്ടറാണോ, സിനിമയിലൊക്കെ ഉണ്ടോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് പോവാ. അതുപോലെ അനുമോളെ കണ്ടിട്ട് ഒരു പരിചയമില്ല. ഞാൻ നേരിട്ട് ആദ്യമായിട്ടല്ലേ കാണുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ടി വിയിൽ കണ്ടത്ര സൗന്ദര്യമില്ല. അത് മാത്രമല്ല, ഈ ആര്യന്റെ കേസ് ഉണ്ടല്ലോ, ആര്യൻ എനിക്ക് തോന്നാ തിയേറ്ററിൽ പടങ്ങളൊന്നും വന്നിട്ടില്ലേ എന്നൊക്കെയുള്ള രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി മലയാളം നടനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ. എന്തായാലും പുള്ളിക്ക് ആരെ അറിയില്ല. അപ്പൊ സുധിചേട്ടനെ അറിയില്ല, രേണു ചേച്ചി അറിയില്ല, ആരെ അറിയില്ല. അത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നുണ്ട് ഒരു വശത്ത്. ഇപ്പൊ രേണുവിന് ഈ വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗുകൾ ഇറക്കി അവളെ അങ്ങ് പൊക്കത്തിലോട്ട് എത്തിക്കാനാണ് ഇപ്പൊ അക്ബറും അനീഷയും ശ്രമിച്ചോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, ഒരാവശ്യമില്ലാതെ അവിടെ ഈ പേരെടുത്തിടേണ്ട ഇത് ചെയ്തത്. അല്ല, അങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ തന്നെ. അല്ല, രേണു ഒന്നും ചെയ്യുന്നില്ല. വെറും പഴം വിഴുങ്ങി ഒരു പടുവാഴയായിട്ട് ഇങ്ങനെ കൊലയ്ക്കാത്ത വാഴ പോലെ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല രേണുവിന്റെ. ഈ കഴിഞ്ഞ ദിവസം അക്ബർ ഇങ്ങനെ എന്താണ് ആ ഒരു രീതിക്ക് പറഞ്ഞുകൊണ്ടും ഈ സെപ്റ്റിക് ടാങ്കിന്റെ വിഷയം എടുത്തിട്ടുകൊണ്ടും ഇന്ന് ഈ പറയുന്ന പോലെ സുധിച്ചേട്ടനെ എടുത്തിട്ടുകൊണ്ടും ഇന്നലെയും ഇന്നും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടി. അല്ലാതെ എന്താണ് മാത്രമല്ല ഈ സംഭവത്തിലേക്ക് വന്നത് തന്നെ ഒരു രേണുവിന്റെ ഒരു ഒന്നും ചെയ്യായ്മയിൽ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. ഈ ഒരു അതായത് ആള് കിടന്നുറങ്ങി, പട്ടാപ്പകൽ കിടന്നുറങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു വയ്യാന്നുള്ള ഒരു ഇതും ഒരു തലവേദനയുടെ കേസൊക്കെ പറഞ്ഞിട്ടുള്ളതാണോ അറിയില്ല. പട്ടി കുറച്ചില്ല ബിഗ് ബോസ്. എന്തായാലും അവിടെ ഒരു പട്ടി കുറയലുണ്ടായില്ല. അപ്പൊ പട്ടി കുറച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിൻസിയും നമ്മുടെ രേണുവിന് വേണ്ടി രേണുവും ചോദിക്കുന്നുണ്ട്, പട്ടി കുറച്ചോ ഇല്ലല്ലോ. ബിൻസിയല്ല, ശൈത്യാണ് വന്ന് പറയുന്നത്. ശൈത്യാണ് പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പട്ടി കുറച്ചില്ലല്ലോ പിന്നെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി കിടന്ന് കണ്ണടച്ചു എന്നൊക്കെ പുള്ളി സമ്മതിക്കുന്നുണ്ട്. അതെ, അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കിടന്നുറങ്ങിയതിനെ പറ്റിയുള്ള തർക്കത്തില്ല, അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നതിനെ പറ്റിയുള്ള തർക്കമാണെന്ന് ആലോചിക്കണം. സുധിചേട്ടനിലോട്ട് എത്തി വീണ്ടും കിടന്നുറങ്ങിയ ആളിന് ഗുണമായിട്ട് വന്ന രീതിയിലോട്ട് അത് മാറിയത്. അതായത് ഇങ്ങനെയാണ് വരുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട് രേണു മോളേന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട് എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു നല്ല പേരുണ്ട്, രേണു സുധി. അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ സുധി? അപ്പൊ രേണു പറയാണ് അതിൽ തൊട്ട് കളി വേണ്ട, മരിച്ചുപോയ മനുഷ്യനെ പറ്റി തൊട്ട് കളി വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് ഇയാൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? അപ്പം എനിക്ക് സത്യത്തിൽ അത് തോന്നിയെന്ന് വെച്ചാലേ, ഒരാളിനെ ഇപ്പം മോഹൻലാലിനെ കേരളത്തിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് എന്തെങ്കിലും ഭരണഘടനയിലുണ്ടോ? അല്ലെങ്കിൽ മമ്മൂട്ടിനെ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ഭരണഘടനയിലുണ്ടോ? 1983 സച്ചിന്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സുധിച്ചേട്ടൻ അറിയാത്ത എത്രയോ മനുഷ്യരുണ്ട് മലയാളികളായിട്ടുള്ള. ഇതിപ്പോ അറിയണമെന്നുണ്ടോ? ഇപ്പൊ അനു അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയതേ.
അപ്പൊ അതിനുശേഷം അനീഷ് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല. അപ്പൊ രേണു പറയുന്നുണ്ട് പിന്നെ എന്തിനാ താൻ ഈ സുധി എന്ന് ആരാ സുധി എന്ന് ചോദിച്ചത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് നീ തന്നെ അല്ലേ അത് പറഞ്ഞത്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട് എന്നെ നീ എന്ന് വിളിക്കരുത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് നീ 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 എന്ന് വീണ്ടും 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 വിളിക്കുന്നുണ്ട്. അപ്പൊ രേണു പറയുന്നുണ്ട് വിളിക്കാൻ പറയുന്നു ഇത് അപ്പൊ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിതൊക്കെ കേട്ടിട്ട് ചൊറിഞ്ഞ് വരെയാണെന്ന്. അപ്പം ഒരു സാധനം അടിച്ചു വിടുന്നുണ്ട് അനീഷ്, എന്നാ മാന്തിക്കോന്ന്. ഭയങ്കര തമാശയായിരുന്നു. എന്തായാലും പിന്നീട് മറ്റൊന്ന്, ഈ ഒണിയനും റെനയും തമ്മിൽ, റെന ഫാത്തിമയും തമ്മിൽ ഒരു പ്രായത്തിന്റെ ഒരു ഏജ് ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ചെറിയ കുറെ പ്രശ്നങ്ങളുണ്ട്. മറ്റേ മുൻഷി രഞ്ജിത്തൊക്കെ ഒരു വല്യേട്ടൻ കളി കൂടുതലാണ് രണ്ടുപേർക്ക്. അതെ, ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു, അതെ, എന്താണ് ഫുഡ് ഉണ്ടാക്കൽ കാർഡ് കൊണ്ട് വരുന്നുണ്ട്. അതെ. അതിനുശേഷം നവീനും ബിൻസിയും തമ്മിലുള്ള ഇതാണ്, എനിക്ക് നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു തരാന്നൊക്കെ ഉള്ള രീതിക്ക് നവീൻ പറയുന്നുണ്ട്. ഇതേ നവീനാണ് കുറച്ച് കഴിഞ്ഞിട്ട് തുടക്കത്തില്, അത് പിന്നീട് മൊത്തം അടിയാവുന്നുണ്ട്. ജയിൽ നോമിനേറ്റ്, അതായത് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ നോമിനേറ്റ് ചെയ്യുന്നത്, ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത്, പുറത്താക്കാനുള്ള നോമിനേഷൻ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. ശരിക്കും ഇതൊക്കെ ബിഗ് ബോസിന്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള പേരിലാണ് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുന്നത്. നല്ലപോലെ ഇരിക്കുന്ന ആൾക്കാർ തമ്മിലും ഉണ്ടാവുന്നത്. അതെ, ഇപ്പം ഏറ്റവും നിലവില് ബിഗ് ബോസിൽ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഫുഡ് അവിടെ വളരെ കുറവാണ്. അപ്പൊ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ട്, ഡ്രസ്സിനേക്കാൾ പ്രാധാന്യം ഫുഡിനാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. കാര്യം അക്ബർ ഇനി പണിപ്പുര ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് ടാസ്ക് അല്ല, ഉള്ളിൽ കയറി ഡ്രസ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടല്ലോ. അപ്പൊ പറയുന്നുണ്ട് ഞാനും ഫുഡ് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്ന് അക്ബറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല ബിരിയാണി, കുഴിമന്തി, ഈ പറഞ്ഞ പൊറോട്ട, മട്ടൻ, അതൊക്കെ നിലവിലുണ്ട്. അതെ, 20 സെക്കൻഡും ഉണ്ട്, 500 പോയിന്റും ഉണ്ട്. എന്തായാലും അക്ബർ പോകുന്നു. 10 സെക്കൻഡിനുള്ളിൽ സാധനങ്ങളുമായിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതൊരു ചെറിയൊരു മണ്ടത്തരമായി പോയോ എന്നൊരു സംശയം. കാര്യം ഒരു 5 സെക്കൻഡോടെ എടുത്തിട്ട് അവിടെ ഒന്നുകൂടെ എന്താണ് ആലോചിച്ചിട്ടേ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി കിട്ടുന്ന സാധനങ്ങളും കൂടെ നോക്കി, അല്ലെങ്കിൽ ഇപ്പൊ റോ ഫുഡ് വേണമെന്നില്ല. അതായത് റോ ഫുഡ് മീൻസ് റെഡി ടു ഈറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പൊ എടുത്ത ഒരുവിധം എല്ലാം റെഡി ടു ഈറ്റ് സാധനങ്ങളാണ്. അതേസമയം പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങളാകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടുമല്ലോ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ എടുക്കാമായിരുന്നു. ഒരു 5 സെക്കൻഡോട് ചെലവഴിക്കായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ ഒന്നും കിട്ടാതായതുകൊണ്ട് പുള്ളി ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണല്ലോ, ഉള്ളത് കൊണ്ട് ഇറങ്ങി ഓടി. അതെ 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 അതെ. അല്ല, എന്തായാലും ഇപ്പോ അക്ബർ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പൊറോട്ട, മട്ടനും, ചിക്കൻ ബിരിയാണിയും, ബർഗറും, സാൻഡ്വിച്ചും, ഷവായിയും. എല്ലാം ക്വാണ്ടിറ്റി കുറവാണ്. എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറേശ്ശെ 19 മറ്റേ നമ്മളെ യേശുക്രിസ്തു അപ്പം ഊട്ടിയതുപോലെ ഊട്ടേണ്ടി വരും. ഒരു 2 ബർഗറൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും. ഒരു ബിരിയാണി ഉണ്ട്, 19 പേരും ഉണ്ട്. പക്ഷെ വേറൊരു കാര്യം അതിനിടയ്ക്ക് സംഭവിച്ചു. കാര്യം ഇപ്പം റൂമിന്റെ ഉള്ളിൽ കയറി സാധനം എടുത്തത് ഒരു കാർഡ് കണക്ക്, അല്ല ഒരു കട്ടിയുള്ള കാർഡ് കണക്കാണ് എടുത്തത്. പിന്നീടാണ് അത് ഫുഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതും കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ വന്നിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവര് 190 പോയിന്റ് അധികം എടുത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് അനീഷ് ഒരു വിടൽ വിടുന്നുണ്ട്. അത് ഭയങ്കര മോശമായി പോയില്ലേ കാര്യം എന്ന് വെച്ചാൽ ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞ ഇവർക്ക് ഇത് കൊടുക്കരുത് ബിഗ് ബോസ്. ആദ്യം പറഞ്ഞ ഡയലോഗ് അതല്ല, എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടാൻ സാധ്യത, എനിക്ക് തോന്നുന്നില്ല. 190 പോയിന്റ് എക്സസ് ആണ്, പറ്റുമെങ്കിൽ ഇത് ഇവർക്ക് കൊടുക്കരുത് ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര ഒരു മോശപ്പെട്ട സംസാരം. കാര്യം അവനടക്കമുള്ളവർക്കുള്ള ഭക്ഷണമാണ് കൈയിരിക്കുന്നത്. ഒരാൾക്ക് ഇപ്പൊ അർഹതയില്ലാത്ത സാധനമാണെങ്കിൽ ഇത് 190 പോയിന്റ് എക്സസ് ഉണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഇവർക്ക് കൊടുക്കരുത് ബിഗ് ബോസ്, ഇവർക്ക് കൊടുക്കണ്ട, ഇതവർക്ക് കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാര്യം ഒരു സാധനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പറ്റി യാതൊരു കൺസേണും ഇല്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് തന്നെ. അതെ, പിന്നീട് ഒണിയൽ സാബുവും റെന ഫാത്തിമയും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ, നിനക്ക് ഈ പറയുന്ന ടാലന്റ് ഇല്ലെന്നും റെന ഫാത്തിമ പുള്ളി കിച്ചന്റെ മുതലാളിയാണെന്നൊക്കെ പുള്ളി അവകാശപ്പെടുന്നുണ്ട്. നിങ്ങൾ അപ്പൊ പുള്ളി ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് റെന ഫാത്തിമ ഫുഡ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, എന്തായാലും റെന ഫാത്തിമ കരഞ്ഞ് ഊപ്പാട് വന്നതിന് ശേഷം കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. അതെ, അതിന്റെ ഇടയിൽ അനുമോളും അനീഷും തമ്മിലൊക്കെ ജയിലിന്റെ അവസരത്തിൽ അടി നടക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്തായാലും അനീഷും അനുമോളും ഒരു സൈഡിൽ പോയി നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ രേണുസുതി അനുമോളും പ്രശ്നം നടക്കുന്നുണ്ട്, ഒരു വശത്ത് ബിൻസിയും നമ്മുടെ
നെവിനുമായിട്ട് അടി നടക്കുന്ന പ്രധാനമായിട്ട് 3 അടിയാണ് അവിടെ ഉണ്ടായത്. പിന്നെ നമ്മുടെ അപ്പാനി ചേർത്തും അനീഷും എല്ലാത്തിന്റെ ഒരു വശത്ത് മിക്കവാറും അനീഷും ഉണ്ടാവാറുണ്ട് അടി ഉണ്ടാക്കാൻ. കാര്യം പുള്ളി ഓടി നടന്ന് ഒറ്റത്തിന് എവിടെ നിൽക്കുന്നില്ല. എന്നിപ്പോ ഉബൈദ് ഇബ്രാഹിമിന്റെ ട്രോള് കണ്ടപ്പോ തന്നെ പുള്ളി നടന്നുകൊണ്ടേ ഇരിക്കണം. ഈ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും ദിവസം ആള് വേറെ എവിടെയെങ്കിലും എത്തും. അമ്മാതിരി നടത്താണ് നടക്കുന്നത്. ആരെങ്കിലും ഇതിൽ പറയാൻ വന്നാലും നടക്കും, ചീത്ത വിളിക്കുന്നതിന്റെ ഇടയിൽ നടത്തും. സംസാരത്തിൽ ഇപ്പൊ രേണുസുധിയുടെ സംസാരത്തിന്റെ ഇടയിൽ തന്നെ പുള്ളി 2 റൗണ്ട് അവിടെ കറങ്ങി കഴിഞ്ഞ ആ റൂമിന്റെ. പിന്നീട് ഈ പറയുന്ന പോലെ ഒണിയൻ സാബു ഈ റെന ഫാത്തിമേനെ ആൽഫാജൻ ഈ പറയുന്ന അൾട്രാ വയലറ്റ് നമ്മള് പറഞ്ഞു കഴിഞ്ഞു അടുത്തേലോട്ട് പോവാ. വെറും ഒരു നിലവാരമില്ലാത്ത അടി പോലെയാണ് എനിക്ക് തോന്നിയത് അവർ രണ്ടുപേരുടെ അടി. അല്ല, ഇതിനിടയ്ക്ക് അനു എന്ന് പറയുന്നുണ്ട്, എന്താണ് മൂത്തതല്ലേ, പ്രായത്തെക്കാൾ മൂത്തതല്ലേ, ബഹുമാനം കൊടുക്കണ്ടേ, അച്ഛന്റെ പ്രായമുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ റെന ഫാത്തിമ ഇത് കേട്ടപ്പോ എനിക്ക് മറ്റേ വേഷം സിനിമയിലെ അവളുടെ നില പറഞ്ഞു, ആണുങ്ങളല്ലേ. അതെ 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 ടോക്സിക്. അതെ, അവരുടെ കാൽക്കീഴല്ലേ കിടക്കേണ്ടത് എന്നുള്ള രീതിക്ക്. എന്തായാലും പുള്ളിക്കാരി അവസാനം കരയുന്നുണ്ട്, റെന ഫാത്തിമ കരയുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നതിന്റെ പേരിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നീട് അങ്ങനെയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി, അതായത് അനുമോൾ അങ്ങനെയാണെങ്കിൽ ഷാനവാസ് പറഞ്ഞപ്പോ എന്തിനാ കരഞ്ഞത്? അവളെ അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഷാനവാസിന്റെ മോനെ ഡിഗ്രിക്ക് എന്താ പഠിക്കുകയെന്ന് തോന്നുന്നു, 20-21 വയസ്സുണ്ട്. ഇവർക്ക് ആകെ 23 വയസ്സല്ലേ ഉള്ളു. നീ കണ്ടിന്റേത്. അതെ അതെ ഓക്കെ. അപ്പം ഈ അനുവും ആര്യനും തമ്മിലുള്ള ഒരു സംസാരമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ആര്യൻ ഈ തമാശക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ അനു ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, നിന്റെ പ്രായത്തിലുള്ളവരടുത്ത് സംസാരിക്കുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ അനുവിനെ മിഡിൽ ഫിംഗർ കാണിച്ചു, സത്യത്തിൽ കാണിക്കുന്നില്ല. മിഡിലല്ല റിംഗ് ഫിംഗർ. മിഡിൽ ഫിംഗർ കാണിക്കുന്ന പോലെ റിംഗ് ഫിംഗർ കാണിച്ചു. അതെ, അങ്ങനെ അത് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാവുന്ന കണക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ വന്നിട്ട് ഇടയ്ക്ക് കയറി അനുവിനിട്ട് കൊടുക്കുന്നു ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അനു കരയുന്നുണ്ട്. അപ്പൊ ശാരിക പറയുന്നുണ്ട് അവള് കരച്ചിൽ കാർഡ് ഇറക്കി തുടങ്ങി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് കരയുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഭിത്തി നമ്മൾ സാറ്റ് കളിക്കാൻ പോകുന്ന പോലെയൊക്കെയാണ് കരയുന്നത്. അതെ അതെ അതെ. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്ക് അല്ല, ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫൈനൽ അവസാന മത്സരമാണ്. 3 പേര് ഇവരെല്ലാരും കൂടെ ചേർന്ന് 3 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഷാനവാസും അഭിലാഷും ബിന്നിയും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അഭിലാഷിനാണ്. അതെ, പിന്നെ ബിന്നിയും ഷാനവാസും 7 വോട്ട് വെച്ചിട്ട്, അങ്ങനെ ഇവർ 3 പേരെ വെച്ചിട്ട് ഒരു ക്യാപ്റ്റൻസി ടാസ്ക്, ഒരു പാവ, അവരുടെ ഫോട്ടോ ഉള്ള ഒരു പാവ വെക്കുന്നു. ഇത് കണ്ണ് കെട്ടിയിട്ട് അടിച്ച് താഴെ ഇടുന്ന, ആരാണോ അടിച്ചിടുന്നത് അവരാണ് ക്യാപ്റ്റൻ. അപ്പൊ ഈ അഭിലാഷും ഷാനവാസും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ അടിച്ചിടുന്നുണ്ട്. പക്ഷെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവിടെ ഷാനവാസ് ജയിക്കുന്നു, ക്യാപ്റ്റൻ ആവുന്നു. അതെ. അപ്പൊ പിന്നീട് അനീഷും അപ്പാനിയും തമ്മിലുള്ള സംസാരമാണ്. ഇവര് ഭയങ്കര ഫണ്ണെന്ന് വെച്ചാൽ കിടിലം ഫണ്ണാണ്. കാര്യം കീരിയും പാമ്പാണ്, പക്ഷെ കാണുന്നവർക്ക് അത് നല്ല തമാശയായിട്ടാണ് വരുന്നത്. അപ്പാനി പറയുന്നുണ്ട്, നാളെ കൂടെ ഉള്ളൂ നിന്റെ ഈ പരിപാടി, കളികള്, നിന്നെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി 19 പേരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അത് നീയല്ല തീരുമാനിക്കേണ്ടത്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാൻ മനുഷ്യൻ പറ്റില്ലാത്തവനെയാണ്. അന്വേഷി നീ തീർന്നതൊക്കെ പറയുന്നത് പുള്ളി അങ്കമാലിയുടെ അടുത്ത ഡയലോഗ് പറഞ്ഞു. അതെ, നീ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് താഴേക്ക് വന്നിരിക്കുന്നത്. ആർട്ടിസ്റ്റുകളെ ആകാശത്തിരിക്കുന്ന വെൺതാരങ്ങളാണല്ലേ, അങ്ങനെയാണെങ്കിൽ എന്താണ് പണിയെടുത്തിട്ടാടാ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. നീ മാത്രം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നു, അടുത്ത ആഴ്ച ഔട്ട് ആവുമ്പോൾ നീ സാധാരണ ജനങ്ങൾക്കിടയിൽ പോയി തിരക്കി നോക്കടാ നമ്മളെ പറ്റി. നിനക്ക് ആർട്ടിസ്റ്റുകളെ ഒരു വിലയില്ലല്ലടാ, ഒരു കഴിവില്ലാത്തവനെന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതോ പറയുന്നത്. രണ്ടും കൂടെ ഉള്ള അടി എന്തായാലും കാണുന്നവർക്ക് ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും പിന്നീട് ജയിൽ നോമിനേഷൻ ആണ്. ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ വീക്കിലി ടാസ്കിൽ പോയിന്റുകളൊന്നും കിട്ടാത്തവരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് 2 പേരെയാണ്. ഡയറക്റ്റ് നോമിനേഷൻ ക്യാപ്റ്റൻ. അപ്പൊ സ്വാഭാവികമായിട്ട് അനീഷാണ് ക്യാപ്റ്റൻ. ആരായിരിക്കും ജയിലിൽ പോവുക? അപ്പാനി. ഇന്നിപ്പോ ഒന്നും പറഞ്ഞില്ലായിരുന്നേ ചിലപ്പോ പുള്ളി ഓർമ്മിക്കാതെ രേണുസുതി എടുത്തിട്ടായിരുന്നു. ശരിയാണ്, ആദ്യം പറഞ്ഞോണ്ട് അപ്പാനി നല്ല ഡോസ് കൊടുത്താണ്. പക്ഷെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് അപ്പാനിന്റെ വയറ് നിറച്ച് കെട്ടിയിട്ടാണ് സാധാരണ അനീഷയോട് ഉറങ്ങാറുള്ളത്. ഇന്നലെയും കിട്ടിയായിരുന്നു രാത്രി. അതെ അതെ അതെ. പിന്നീട് ഷാനവാസും ബിൻസിനെ കൺവിൻസ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സംസാരമാണ്. അതൊക്കെ എന്ത് ഉടായിപ്പാണോ എന്തോ ഈ ഷാനവാസ് ചെയ്യുന്നത്. കാര്യം പേഴ്സണലായി ഈ കാര്യങ്ങളൊന്നും എടുക്കരുത് ബിൻസി. കാര്യം ജയിൽ നോമിനേഷൻ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പറയുന്നത്.
കാര്യം പുള്ളിക്കാരൻ ബിൻസിയുടെ പേര് പറഞ്ഞല്ലോ, ഇപ്പൊ വീണ്ടും കൺവിൻസ് ചെയ്ത് ഒരു ശത്രുവിനെ ഇല്ലാതാക്കണമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഐഡിയ ഇട്ടായിരുന്നു എന്ന് വെച്ചാല് ഉറങ്ങരുത് എന്നുള്ള രീതിക്ക്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു വലിയൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാല് ഉറങ്ങാത്ത എനിക്ക് വേണ്ടി നിങ്ങളെ ഈ കാവല് നിന്നു. എത്ര 7-8 മണിക്കൂർ കണ്ണു അടച്ച് ഉറങ്ങാതെ അഭിനയിച്ച എനിക്ക് വേണ്ടി നിങ്ങൾ കാവല് നിന്നു. ആ ഒരു രീതിക്കൊക്കെയാണ് പുള്ളി വീണ്ടും പറഞ്ഞു. നിന്നില്ലെന്ന്, ബാക്കി എല്ലാവരും നിന്നു, നീ ഒരു ദിവസം പോലും നിന്നില്ല, ജിസേലിനൊക്കെ ഉറങ്ങാൻ വേണ്ടി നീ ഒന്നും നിന്നു കൊടുത്തില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതായത് നീ ചെയ്തത് തെറ്റാണ് മോളെ, നീ അത് മനസ്സിലാക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ് അതെ ഞാനൊരു നന്മമരമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം കഴിഞ്ഞ് അപ്പപ്പോ തന്നെ അങ്ങ് റിസോൾവ് ചെയ്ത് പോവാണ്. ഇവരാരും എനിക്കെതിരെ ഒരിക്കലും തിരിയാൻ പാടില്ല എന്ന പുള്ളിക്കൊരു ഇതുള്ള പോലെ അവരെല്ലാവരും കൺവിൻസ് ഒരു വശത്തുനിന്ന് തനി നിറ പുറത്ത് കാണിക്കുന്നു, മറുവശത്തൂടെ പോയി കൺവിൻസ് ചെയ്യുന്നു. ഇതാണ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ബിൻസിയും നവീനും തമ്മിലുള്ളൊരു സംസാരമാണ്, അടി നടക്കുന്നുണ്ട് അവിടെ. അതായത് സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യം തന്നെയാണ്. ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത് ആ ഒരു ജയിൽ നോമിനേഷൻ, അത് അവിടെ കഴിഞ്ഞതായിട്ട് അവർ കൂട്ടത്തില്ല. അപ്പോഴൊക്കെ എന്താണ് റീസൺ പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കുക, പിന്നെ അതിന്റെ പേരിൽ പറഞ്ഞ് അടി ഉണ്ടാക്കുക. രണ്ടുപേരുടെ സംസാരിച്ച് വാക്ക് തീർക്കായി, കൈ ചൂണ്ടലായി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ സീസണിൽ റോക്കി ഇടിച്ച പോലെ മുഖത്ത് ഇടിക്കുമെന്ന് വിചാരിച്ചു. കാര്യം രണ്ടുപേരും ചൂണ്ടുവിരൽ ഇങ്ങനെ നൂന്നൊക്കെ നിൽക്കുകയായിരുന്നു, അടുത്തടുത്ത് വന്ന് കൊമ്പ് കോറുകയായിരുന്നു അവിടെ. പുള്ളിക്കാരന്റെ ഒരു സ്റ്റൈല്, നെവിന്റെ സ്റ്റൈലാണെങ്കിൽ ആൾറെഡി പെണ്ണുങ്ങളെ പോലെയാണ്. അപ്പൊ 2 പെണ്ണുങ്ങൾ അടി കൂടുന്നതിൽ ഒരാൾക്ക് മീശയും താടി ഉള്ള പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷെ എനിക്കതൊരു എന്താ പറയാ, എനിക്ക് അങ്ങനെ കഴിഞ്ഞ 4ാം സീസണിലെ റിയാസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും നടത്തവും പരിപാടിയൊക്കെയാണ്. റിയാസ് ഒരു ഫെമിനൈൻ ടച്ചുള്ള രീതിയിലല്ലേ സംസാരിക്കാൻ എല്ലാം ചെയ്യുന്നത്. പുള്ളിയുടെ ഡയലോഗ് അടി, സംസാരം, ആക്ഷൻസ് എല്ലാം ഒരു ഫെമിനൈൻ ടച്ചുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ പക്ഷെ നെവിൻ പലരുമായിട്ടും നന്നായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട്. ജിസേലുമായിട്ട് മാത്രം പുള്ളി ഓവറായിട്ട് അങ്ങനെ ഇതാവത്തില്ല. ബാക്കിയുള്ളൊക്കെ ഒരു എല്ലായിടത്തും പോയി വഴക്കുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ബിൻസിയായിട്ട് വഴക്ക് കൂടി വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ വീട്ടുകാരെ വിളി കേൾക്കുന്നുണ്ട്. നീ നിന്റെ വീട്ടിൽ പോയി പറയുന്ന പറഞ്ഞപ്പോ തിരിച്ച് നിന്റെ വീട്ടിൽ പോയി പറയാം, നിന്റെ അമ്മയും പെങ്ങളെയും പോയി വിളിക്ക്, അതുപോലെ നീ എന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. എടീന്ന് വിളിച്ചെന്നോ നീ എന്ന് വിളിച്ചെന്നോ പറഞ്ഞിട്ട്. ഇന്നലെ ഷാനവാസമായിട്ടായിരുന്നു, അത് പിന്നെ ഷാനവാസ് പോയി കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് വലിയതായിട്ട് ബാധിച്ചില്ല. പിന്നീട് നടന്നത് ജയിലിലേക്ക് പറയുന്ന അപ്പാനിനെയും നമ്മുടെ ജയിലിലെ അപ്പാനിനെയും കൊണ്ടുപോയതിനു ശേഷം തന്നെ അനുമോൾ കരച്ചിൽ തുടങ്ങി. അനീറ്റ് പറഞ്ഞു. പക്ഷെ എന്താണെന്നത് നമ്മുടെ ഇതിൽ കാണിച്ചില്ല, ലൈവില് എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കത് പ്രേക്ഷകന് ഓഡിയൻസിന് മനസ്സിലായെന്ന് വെച്ചാല് അനുവിന് നിലപാടില്ല. കാര്യം എന്ന് വെച്ചാൽ നിലവാരമില്ല. ജിസേലിന്റെ ഇന്നർ പുറത്ത് കണ്ടത് ആരെയാണെന്ന് അനീഷ് വീണ്ടും ചോദിച്ചായിരുന്നു. അതാണ് പ്രശ്നം. അപ്പം ഇങ്ങനെ വരുമ്പോ ഈ പറയുന്ന അനു ഉണ്ടാക്കിയെടുത്ത 11 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ പറയുന്ന ഒരു കരിയർ നശിപ്പിക്കുകയാണ് ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. ഈ അപ്പാനി പറയുന്നത് കരഞ്ഞങ്ങ് ഭയങ്കരമായിട്ട് സ്ഫോടനം നടക്കുകയാണ് പുള്ളിക്കാരിയുടെ ഒരു അകത്തെ. അത് അപ്പാനി പറയുന്ന ഡയലോഗ് ഉണ്ട് കേട്ടാ, നിനക്കും അമ്മയും പെങ്ങളും ഇല്ലേ, അനു പുറത്തൊരു ലൈഫ് ഉള്ളതാണ്, കേരളത്തിലെ എല്ലാ പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകളെ പറ്റിയുമാണ് നീ പറഞ്ഞത്. അപ്പൊ അനു മുതലക്കണ്ണീര് എടുക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി തന്നെ പറയുന്നുണ്ട്, അനു 11 കൊല്ലവും ഞാൻ 8 കൊല്ലവും കലാകാരന്മാരായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇല്ല, അപ്പാനി അക്ബർ എരിയേറ്റാൻ വേണ്ടി നമ്പർ 1 ആണ്. അവിടുത്തെ ഏറ്റവും വലിയ ബിരുദാനന്തര ബിരുദധാരികളാണ്. എരിയേറ്റാൻ വേണ്ടി മിടുക്കന്മാരാണ്. മെയിനായിട്ട് അപ്പാനി എന്നുള്ള പ്രത്യേകം കഴിവുള്ള ആളാണ് എരിയേറ്റാനായിട്ട്. എല്ലായിടത്തും പോയി എരിയേറ്റും. ഇന്നാള് ജിസേലിന്റെ അടുത്ത് പോയി പറഞ്ഞായിരുന്നത്, നിന്റെ വേറെ ആരോ ബാറ്റ് എടുത്തത് അക്ബറാണെന്നോ എന്തൊക്കെ പറഞ്ഞെടുക്കും. എല്ലായിടത്തും പോയി വഴക്കുണ്ടാക്കാനും എരിയേറ്റാനും അപ്പാനിയുടെ മെയിനായിട്ട് അനീഷിനെതിരെയാണ് പുള്ളി അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത്. അനുമോള് കരഞ്ഞും മെഴുകി അവസാനം എന്താണ് വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടാണ് ഞാൻ നിന്നെ അവരുടെ തലയ്ക്കടിക്കും, എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേന്ന് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയില്ല. ആകെ വികാര വിസ്ഫോടനമാണ് അനുമോളിൽ. എന്തായാലും ഈ പറയുന്ന പോലെ ജയിലിൽ കിടക്കുന്നവര് കുറെ ഈ ചപ്പാത്തിയൊക്കെ പരത്തണമല്ലോ, അതൊക്കെ അത് എല്ലാ തവണയും ഉള്ളതാണ്. ചിലപ്പോ ഓരോ തവണ മുത്തില് മാല കോർക്കല് അങ്ങനെ ഓരോ ടാസ്ക് ഉണ്ട്. ഇത്തവണ ത്രികോണത്തിലും ചതുരാകൃതിയിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന ടാസ്കാണ് കൊടുത്തത്. പിന്നീട് അനീഷിന്റെ ഒരു സംസാരമാണ്, എല്ലാരും ഉണ്ടായിരുന്നു.
ഞാൻ വന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്. എങ്ങനെ ജീവിക്കാനും എനിക്കറിയാം. നീയൊക്കെ ജീവിക്കുന്നത് അൾട്രാ മോഡേൺ ലക്ഷറി ലൈഫിലായിരിക്കും. നിനക്ക് മൂന്നാറിൽ ഒരുപാട് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. അത് ആരിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് മൂന്നാറും അതുപോലെയുള്ള സ്ഥലങ്ങളും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ പുള്ളി പറയുന്നത്? നീ ഇത്ര ധനവാനായതിന്റെ അഹങ്കാരം നീ കാണിക്കരുത്. ഇന്ന് മുകളിൽ കിടക്കുന്നവൻ നാളെ അല്ല മറ്റന്നാൾ താഴെ ആയിരിക്കും വന്ന് കിടക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ സരിക പറയുന്നുണ്ട്, ഇന്നലെ മുൻഷിച്ചേട്ടനെ പറ്റി EMI ഉണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാണെന്നുള്ള രീതിക്ക് പറഞ്ഞ ആളാണ് ഈ ആര്യനെ പറ്റി ഇത്ര ഈ അപമാനിച്ച് പറയുന്നതെന്നൊക്കെ ഉള്ള രീതിക്ക് സരിക പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ തന്നെ പറയുന്നുണ്ട്, പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ റെഡ് കല്ലുകൾ ഉണ്ടെങ്കിൽ, റെഡ് സ്റ്റോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ബിഗ് ബോസിൽ ജീവിക്കാൻ പറ്റൂ, താമസിക്കാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബർ തന്നെ പറയുന്നുണ്ട്, അവൻ കാശുണ്ടാക്കിയെങ്കിൽ അത് അവന്റെ കഴിവല്ലേ, അപ്പൊ അതിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അനു തന്നെ പറയുന്നുണ്ട്, അനീഷ് സംസാരിച്ച് ദേഹത്ത് മൊത്തം തുപ്പലാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പാനി പറയുന്നുണ്ട്, എന്താണ് ഇവിടെയാണ് കൂടുതൽ വാത്താളം അടിക്കാതെ പോടാ കിഴങ്ങാന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പാരി. പിന്നെ ഈ പറയുന്ന പോലെ ആദില നൂറയുടെ സ്നേഹത്തെ പറ്റിയാണ് ഈ പറയുന്ന സരിക പറയുന്നുണ്ട്. ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിക്ക് നിങ്ങളെ പുറത്ത് കാണുമ്പോൾ ഒരു വലിയൊരു ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നെ രഞ്ജിത്ത് ഉറങ്ങുന്നുണ്ട്, പട്ടി കുരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അനീഷ് അപ്പം ആ ടൈമിൽ പറയുന്നുണ്ട്, ഉറങ്ങാനാണോ കെട്ടി എഴുന്നള്ളി വന്നത് എന്നുള്ള രീതിക്കൊക്കെ അനീഷ് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ രഞ്ജിത്തൊന്നും രാത്രി ഉറങ്ങില്ല, പുള്ളിയെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതുപോലെ തന്നെ അനുമോള് ഉറങ്ങുന്നു പട്ടി കുരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ബിൻസിയും ഷാനവാസും തമ്മിലുള്ള ഒരു ഇതാണ്. ബിൻസി പറയുന്നുണ്ട്, പറയുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് റീസൺ വെച്ച് പറയണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പൊ ഉടനെ ഷാനവാസ് പറയാണ്, നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് സംസാരിക്കാൻ ഈ പറയുന്ന ശബ്ദം പ്രശ്നമാണ്, എനിക്ക് അതുകൊണ്ട് തന്നെ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് പുള്ളിയെ. കാര്യം അവിടെ പുള്ളി പെടും എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ നൈസിനങ്ങ് ഒഴിഞ്ഞു മാറുന്ന ഒരു സംഭവമാണ് വന്നത്. പിന്നീട് ഏറ്റവും അവസാനം പരാതി എഴുതി പരാതിപ്പെട്ടിയിലിട്ട് അത് നേരിട്ട് ലാലേട്ടനിലേക്ക് എത്തുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് എഴുതാൻ വേണ്ടി എല്ലാവർക്കും പേപ്പർ കൊടുക്കുന്നതോടുകൂടി ഈ പറയുന്ന ദിവസത്തിന്റെ ഈ 5ാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോടാ ഏറ്റവും പ്രധാനപ്പെട്ട? നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.